ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 11-ാം ആഴ്ചയിലെ ആദ്യ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്ന റാങ്കിംഗ് ടാസ്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 1-2 സ്ഥാനങ്ങൾ ഉൾപ്പെടെ ചില സ്ഥാനങ്ങൾക്ക് വേണ്ടി വല്ലാത്ത വാഗ്വാദങ്ങൾ നടന്നിരുന്നു. ഇത്തരം വാഗ്വാദങ്ങളിലൊന്നിൽ ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയായ ഒരു കാര്യമാണ് പണപ്പെട്ടി ടാസ്കുമായി ബന്ധപ്പെട്ടത്. ഇതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: നന്ദനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നന്ദനയ്ക്ക് പണത്തിന് ആവശ്യമുണ്ടെന്നും വീട് പണിയാൻ ആകാനുള്ള ഒരു പണം സംഘടിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നും തുടങ്ങിയ കാര്യങ്ങൾ നന്ദന പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് പണപ്പെട്ടി ടാസ്കും പണപ്പെട്ടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ റാങ്കിംഗ് ടാസ്കിൽ എത്തുന്നത്. എന്നാൽ അതിനുശേഷം ഈ പണപ്പെട്ടി ടാസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ വല്ലാതെ ചർച്ചയാകുന്നുണ്ട്. അത് നന്ദനയ്ക്ക് വേണ്ടി പണപ്പെട്ടി ടാസ്ക് ഒഴിഞ്ഞു കൊടുക്കാൻ ചിലർ തയ്യാറാണ് എന്നതിനെക്കുറിച്ചും, ഇനിയല്ല പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വന്നാൽ പോലും അതിൽ നിന്ന് നന്ദനയെ സഹായിക്കാൻ തയ്യാറാണെന്നുമുള്ള തരത്തിലൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, സായിയും നന്ദനയും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച ചില കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെ ചർച്ചയായി എന്നത് മറ്റൊരു കൂട്ടം ആളുകളെ അവിടെ സംശയത്തിന്റെ നിഴലിലെത്താൻ കാരണമാകുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇനി തനിക്ക് പണപ്പെട്ടി ടാസ്കിൽ യാതൊരു താല്പര്യവുമില്ല. ബിഗ് ബോസ് വീട്ടിലെ സീസൺ വിന്നർ എന്ന ടൈറ്റിലും 50 ലക്ഷം രൂപയുമാണ് തന്റെ ലക്ഷ്യമെന്ന് നന്ദന പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനും നന്ദനയെ സപ്പോർട്ട് ചെയ്യാനും ചില മത്സരാർത്ഥികൾ വീട്ടിലുണ്ട്. ഇതുകൂടാതെ ഔദാര്യം എന്ന വാക്ക് ഇതുമായി ബന്ധപ്പെട്ട് നന്ദന നിരവധി തവണ ഉപയോഗിക്കുകയും ഇത് മറ്റു പലരെയും വല്ലാതെ പ്രൊവോക്ക് ചെയ്യുന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പണപ്പെട്ടി ടാസ്ക് ഈ റാങ്കിംഗ് ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയാകുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ എന്താകും, ഏത് രീതിയിൽ രൂപാന്തരപ്പെടും എന്ന് കാത്തിരിക്കാം.